ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനുമായിട്ടാണ്. ഞാൻ നോർമലി എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നതും എന്നാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടത്. ഞാൻ ഇവിടെ വാഷ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മമ്മാരത്തിൻ്റെ മുട്ടൻ ഫോമിങ് ഫേസ് വാഷാണ്. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു ആപ്ലിക്കേറ്റർ, ഒരു ബ്രഷ് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഒരു വിറ്റാമിൻ സി ഫേസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമാക്കോൻ്റെ വിറ്റാമിൻ സി ഫേസറാണ്. ഇതിൽ നിയാസിമൈഡ് ഉണ്ട്, വിറ്റാമിൻ സി പ്ലസ് ഹൈലൂറോണിക് ആസിഡ്. അപ്പോൾ ഇത് മോർണിംഗും നൈറ്റും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്ററാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ സ്കിന്നിനോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ സ്കിന്നിലേക്ക് ഇറങ്ങിക്കിട്ടും. നന്നായിട്ട് കൈ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വിറ്റാമിൻ സി സിറം സ്കിന്നിന് നല്ലതാണ്. പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും അങ്ങനെയുള്ളതൊക്കെ കുറക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് ഡള്ളായിരിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നും. ഞാനിത് കുറേ കാലമായി ഇത് യൂസ് ചെയ്യുന്നു. ഏകദേശം ഒരു 2-3 ഇയേഴ്സ് ആയി ഞാൻ വിറ്റാമിൻ സി മോർണിംഗ് സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്, പോൺസിൻ്റെ തന്നെ. ഇത് തന്നെയാണ് ഞാൻ അധികവും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇതൊരു ജെൽ ടൈപ്പാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിലും ഹൈലൂറോണിക് ആസിഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഒന്ന് ബ്രൈറ്ററായ പോലെ തോന്നും. നല്ല ഫേസിന് നല്ല ഗ്ലോവും കിട്ടും. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എൻ്റെ ഫേസിന് നല്ല ഗ്ലോ ഇല്ലേ. നമ്മൾ നെക്കിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് വന്നിട്ടുണ്ട്, നല്ലപോലെ സ്കിൻ അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ കണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഒരു സൺസ്ക്രീൻ. ഇതിപ്പോൾ ഞാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു കുറച്ചെടുത്തിട്ട്, ഒരുപാട് യൂസ് ചെയ്യില്ല, കുറച്ചെടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഞാൻ ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ മൊത്തം ഇത് സ്പ്രെഡ് ആയിക്കോളും. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ും നന്നായിട്ട് അധികം സ്കിന്നിലോട്ടേക്ക് ഇറക്കി പിടിപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് മേലെ നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഡാബ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബേബി ലിപ്സിൻ്റെ
ഈ ഒരു ലിപ് ബാമാണ്. അതുകൂടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുണ്ടും നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ സ്കിൻ കെയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.